ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ക്രിസ്മസ് എക്സാമൊക്കെ അടുക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 2024 ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മാത്തമാറ്റിക്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്രാവശ്യം പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കി നോക്കാം. ആക്ടിവിറ്റി 1. In the table below, the height, width and the ratio of some rectangles are given, but only 2 of each. അപ്പോൾ എന്താണ്, റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റും വിഡ്ത്തും തന്നിട്ടുണ്ട് സെൻറ്റിമീറ്ററിൽ, then അതിൻ്റെ റേഷ്യോയും തന്നിട്ടുണ്ട്, പക്ഷേ ചിലതൊന്നും തന്നിട്ടില്ല. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ കാൽക്കുലേറ്റിംഗ് ദ തേർഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, തേർഡ് നമ്മൾ അതായത് രണ്ടെണ്ണം തന്നിട്ടുണ്ട്, അപ്പോൾ മൂന്നാമത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സാണ് നമ്മൾ അടുത്ത സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം. 5 ആണ് ഹൈറ്റ്, വിഡ്ത്ത് 10 ആണ്. അപ്പോൾ നമുക്ക് എന്താ റേഷ്യോ 5:10 ആണ് വരിക. 5:10 എന്ന് പറഞ്ഞാൽ എന്താണ്, 1:2 ആണ്. ഇനി നെക്സ്റ്റ് 6 തന്നിട്ടുണ്ട് ഹൈറ്റ്, ദെൻ റേഷ്യോ 3:2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6ൻ്റെ പകുതിയാണ് 3 എന്ന് പറയുക, അതായത് 3 × 2 ആണ് 6. അങ്ങനെയാണെങ്കിൽ വിഡ്ത്ത് എന്തായിരിക്കും, 2 × 2 4 ആയിരിക്കും. അപ്പോൾ ഹൈറ്റ് 6ഉം വിഡ്ത്ത് 4ഉം. കണ്ടില്ല, ആൻസർ 4 ആണ്. ഇനി അടുത്തതിൽ എന്താ, അടുത്തതിൽ ഹൈറ്റ് തന്നിട്ടില്ല, വിഡ്ത്ത് 4 ആണ് തന്നിട്ടുണ്ട്, റേഷ്യോയിൽ 1:2 ആണ്, അതായത് 2 × 2 ആണ് 4. അപ്പോൾ എന്തായിരിക്കും ഹൈറ്റ്, 2ൻ്റെ ഡബിളാണ് 4, അപ്പോൾ 1ൻ്റെ ഡബിളായിരിക്കും ഹൈറ്റ്. അപ്പോൾ 1ൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ 2 ആണ്. ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ. ഇൻ ആ വാർഡ് ഓഫ് എ പഞ്ചായത്ത് ദ വിമൻ ആൻഡ് ദ മെൻ ആർ ഇൻ ദ റേഷ്യോ 11:10. അപ്പോൾ ഒരു വാർഡിൽ മെന്നിൻ്റെ വിമൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 11:12 ആണ്. അങ്ങനെയാണെങ്കിൽ ദർ ആർ 1793 വിമൻ ഇൻ ദ വാർഡ്. How many men are there in the ward? What is the total number of women and men? അപ്പോൾ നമ്പർ ഓഫ് മെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ഇവിടെ റേഷ്യോ തന്നിട്ടുണ്ട്, വുമൻ ആൻഡ് മെൻ ആർ ഇൻ ദ റേഷ്യോ എന്ന് പറയുന്നത് വിമൻ്റെ മെന്നിൻ്റെ. അപ്പോൾ വുമൻ ഈസ് മെൻ എന്ന് പറയുന്നത് 11:10 ആണെന്ന് തന്നിട്ടുണ്ട്. മാത്രമല്ല ദർ ആർ 1793 വിമൻ ഉണ്ട്. അതായത് വിമൻ്റെ 11 കണക്ക് തന്നിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാൽ എത്രയാണ്, 1793 ആണ്. ഓക്കെ, 1793 ആണ് വിമൻ്റെ കണക്ക്. അപ്പോൾ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, ഓക്കെ, ഈ 1793 ഡിവൈഡഡ് ബൈ 11 ചെയ്താൽ നമുക്ക് 163 കിട്ടും. അപ്പോൾ ഒരാളുടെ എന്ന് പറയുന്നത് 163 ആണ്. അങ്ങനെയാണെങ്കിൽ മെന്നിൻ്റെ 10 തന്നിട്ടുണ്ട്, അതായത് 163 × 10. 163 × 10 ചെയ്താൽ എത്രയാണ്, 1613 കിട്ടും. അപ്പോൾ ഇനി അടുത്തത് ടോട്ടൽ എത്ര വിമനും മെന്നും ഉണ്ടെന്നാണ്. മെന്ന് ഇപ്പോൾ നമുക്ക് കിട്ടി 1630 ആണ്. വിമൻ്റെ തന്നിട്ടുണ്ട് 1793. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 3423 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2. റൈറ്റ് ദ ഫോളോയിങ് ഇൻ ദ ലാംഗ്വേജ് ഓഫ് ഓൾജിബ്ര. അപ്പോൾ ഓൾജിബ്രിക് ലാംഗ്വേജിൽ നമ്മൾ തന്നിരിക്കുന്നത് എഴുതണം. 0 ആഡഡ് ടു എനി നമ്പർ ഗീവ്സ് ദ സെയിം നമ്പർ. 0 ആഡഡ് ടു എനി നമ്പർ. അപ്പോൾ എനി നമ്പറിന് നമ്മൾ എക്സ് എടുത്തു, അതിൻ്റെ കൂടെ 0 ആഡ് ചെയ്തു, എക്സ് പ്ലസ് 0 വിച്ച് ഈസ് ഈക്വൽ ടു ദ സെയിം നമ്പർ, അതായത് എക്സ് തന്നെ. എക്സ് പ്ലസ് 0 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 0 is equal to 0 added to any number gives the same number എന്നാണ്. അതായത് എക്സ് പ്ലസ് 0 ഈസ് ഈക്വൽ ടു എക്സ് എന്നാണ് വരിക. അവിടെ ഒരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ട്വൈസ് എ നമ്പർ സബ്ട്രാക്റ്റഡ് ഫ്രം ത്രൈസ് ദ നമ്പർ ഗീവ്സ് ദ നമ്പർ. ട്വൈസ് എ നമ്പർ സബ്ട്രാക്റ്റഡ് ഫ്രം ത്രൈസ് ദ നമ്പർ. ത്രൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ 3x എടുത്തു, ട്വൈസിനെ നമ്മൾ 2x എടുത്തു. ഗീവ്സ് ദ സെയിം നമ്പർ.
നമ്പർ. സെയിം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് എന്ന് തരും. ഓക്കെ, അപ്പോൾ അതായത് 3x - 2x ഈസ് ഈക്വൽ ടു എക്സ്. ഇനി അടുത്തത് എ നമ്പർ ആഡഡ് ടു എ നമ്പർ. ഒരു നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്തപ്പോൾ ആൻഡ് ദെൻ ആഡഡ് നമ്പർ സബ്ട്രാക്റ്റഡ് ഗീവ്സ് ദ ഒറിജിനൽ നമ്പർ. അതായത് എക്സ് പ്ലസ് വൈയിൽ നിന്ന് നമ്മൾ വൈ മൈനസ് ചെയ്തു, അപ്പം നമുക്ക് എക്സ് തന്നെ കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? കാൽക്കുലേറ്റ് ദ ഫോളോയിങ് യൂസിങ് സിംപ്ലസ്റ്റ് മെത്തേഡ്. സിംപ്ലസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. 3 1/2 പ്ലസ് 5 3/4 മൈനസ് 2 1/4. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 1/2 പ്ലസ് 3 1/2 ഈസ് ഈക്വൽ ടു 7. ഇനി അടുത്തത് 19 - 6.5 പ്ലസ് 2.5. അതിന് നമുക്ക് എന്ത് ചെയ്യാം? 90 - 4 ഈസ് ഈക്വൽ ടു 15. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 3 ആണ്. Consider the product of the numbers from 1 to 25. What is the highest power of 5 which divides this product without remainder? അതായത് 5:6 ആണ്. And the highest power of 10 dividing this product without remainder 6. How many zeros does this product end with? അതും 6 ആണ്. ഈ നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ആണ്. Find the number of factors of each number below. താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അപ്പോൾ 14 എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 14 ഈസ് ഈക്വൽ ടു 2⁻³ × 5 ആണ്. 4 × 2 ഈസ് ഈക്വൽ ടു എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 8 ഫാക്ടേഴ്സ് ഉണ്ട്. ഇനി 54-ലാണെങ്കിൽ 3⁻³ × 2 ആണ്. അതായത് 4 × 2 ഈസ് ഈക്വൽ ടു 8 ഫാക്ടേഴ്സ് ഉണ്ട്. ഇനി ഫൈൻഡ് ദ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ആൻഡ് ഓൾ ദ അതർ കോമൺ ഫാക്ടേഴ്സ് ഓഫ് 225 ആൻഡ് 275. അപ്പോൾ ഏതൊക്കെയാണ്? 225 എന്ന് പറഞ്ഞാൽ 5² × 3² ആണ്. 275 എന്ന് പറഞ്ഞാൽ 5² × 11 ആണ്. അപ്പോൾ ഇതിലെ ലാർജസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് 5² ആയിട്ടുള്ള 25 ആണ്. ദെൻ അതർ ഫാക്ടേഴ്സിൽ നമുക്ക് 1ഉം 5ഉം ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി എന്താ? ഇനി ലാസ്റ്റ് ആക്ടിവിറ്റി 5 ആണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഫോളോയിങ് ട്രയാങ്കിൾസ്. താഴെ തന്നിരിക്കുന്ന ട്രയാങ്കിൾസിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. എയും ബിയും തന്നിട്ടുണ്ട്. ഹൗ മെനി ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഫോളോയിങ് ട്രയാങ്കിൾസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ ബേസ് ഏരിയ എന്ന് പറയുന്നത് 6 ആണ്. ദെൻ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ആദ്യത്തേൻ്റെ ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ നോക്കുന്നത് ബേസ് ഏരിയ 6 ആണ്, മറ്റേ ഹൈറ്റ് 3 ആണ്. അപ്പോൾ നമുക്കറിയാം 1/2 × BH ആണ്. 1/2 × BH എന്ന് പറഞ്ഞാൽ എന്താണ്? 6 × ഹൈറ്റ് എന്ന് പറയുന്നത് ഇതിൽ ഹൈറ്റ് 3 അല്ലേ? 6 × 3/2 ആണ് വരിക. 6 × 3/2. അപ്പോൾ 6 × 2/2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 6 തന്നെയായിരിക്കും. 6 cm². ഇനി അടുത്തതിലാകുമ്പോൾ 1/2 BH ആണ്. 1/2 B എന്ന് പറയുന്നത് 4 cm ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ എന്ത് വരും? 4 × 3/2 വരും. 4 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 4 × 2 12 ആണ്. 12/3 അതും 6 ആണ്. ഈ നെക്സ്റ്റ്, ഹൗ മെനി ഡിഫറെൻറ്റ് ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ വിത്ത് ദ 2 sides 8 cm, 6 cm ആൻഡ് ദ ഏരിയ 12² cm. അപ്പോൾ എത്ര ഡിഫറെൻറ്റ് ട്രയാങ്കിൾസ് നമുക്ക് വരയ്ക്കാൻ പറ്റും? അപ്പോൾ എത്ര ഡിഫറെൻറ്റ് ട്രയാങ്കിൾസ് നമുക്ക് വരയ്ക്കാൻ പറ്റും? 4 ആണ്. അപ്പോൾ ഇതിൽ ചെറിയൊരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ക്വസ്റ്റ്യൻ, അപ്പോൾ അത് നോക്കണ്ട, 4 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് കൂട്ടുകാർക്ക് തരാനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.